വെൽക്കം ടു ഫോർച്യൂൺ PSC. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 2024 T20 ലോകകപ്പിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കുറച്ച് ഫാക്ട്സ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, അപ്പം ആദ്യം ആർക്കാണ് ഈ പ്രാവശ്യത്തെ കിരീടം കിട്ടിയത്? ആർക്കാണ്? നമുക്കാണ്, ഇന്ത്യക്കാണ് കിരീടം കിട്ടിയിരിക്കുന്നത്. ഇനി ആകെ പങ്കെടുത്ത ടീമുകൾ എത്രയാണ്? 20 ടീംസാണ് പങ്കെടുത്തത്. ഉദ്ഘാടന മത്സരം ആരൊക്കെ തമ്മിലായിരുന്നു? US-ഉം കാനഡയും തമ്മിലായിരുന്നു. അപ്പം കിരീടം ഇന്ത്യക്കാണ്. ആകെ പങ്കെടുത്ത ടീമുകൾ 20, ഉദ്ഘാടന മത്സരം US-ഉം കാനഡയും തമ്മിൽ. ഇനി 2024 ജൂൺ 1 മുതൽ 29 വരെയാണ് എന്ത് നടന്നത്? ടൂർണമെൻറ്റ് നടന്നത്. എന്നായിരുന്നു ഡേറ്റ്? എന്നായിരുന്നു 2024 ജൂൺ 1 മുതൽ 29 വരെ. ഇനി ഇന്ത്യ ഫൈനലിൽ തോൽപ്പിച്ചത് അല്ലെങ്കിൽ റണ്ണറപ്പ് ആരായിരുന്നു? ദക്ഷിണാഫ്രിക്കയായിരുന്നു റണ്ണറപ്പ്. 7 റൺസാണ്. ഓക്കെ, അപ്പോൾ ഇന്ത്യ ഫൈനൽ തോൽപ്പിച്ചത് ദക്ഷിണാഫ്രിക്കയും. ഇനി സെമി ഫൈനൽ തോൽപ്പിച്ചല്ലോ ഇന്ത്യ, അത് ആരെയാണ്? ഇംഗ്ലണ്ടിനെയാണ് ഇന്ത്യ സെമി ഫൈനൽ തോൽപ്പിച്ചത്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇന്ത്യയുടെ ആകെ ലോകകപ്പ് കിരീടങ്ങൾ 4 എണ്ണമാണ്. ഇന്ത്യക്ക് ആകെ എത്ര ലോകകപ്പ് കിരീടങ്ങൾ കിട്ടിയിട്ടുണ്ട്? 4 ലോകകപ്പ് കിരീടങ്ങളാണ് കിട്ടിയിരിക്കുന്നത്. 2 ഏകദിന ലോകകപ്പ് കിരീടങ്ങളും 2 T20. അപ്പോൾ 2 T20, 2 ഏകദിന ലോകകപ്പ്. അത് ഏതൊക്കെയാണെന്ന് നമുക്ക് പറയാം. 1983, 2011 ഇവ രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? ഏകദിന ലോകകപ്പ്. ഇന്ത്യക്ക് ലഭിച്ചിരിക്കുന്ന ഏകദിന ലോകകപ്പുകൾ 1983-ലെയും 2011-ലെയും. നെക്സ്റ്റ്, ഇന്ത്യക്ക് ലഭിച്ച T20 ലോകകപ്പുകൾ ഏതൊക്കെയാണ്? 2007-ലും 2024-ലും. 2007-ലും 2024-ലുമാണ് ഇന്ത്യക്ക് ലഭിച്ച 2 T20 ലോകകപ്പുകൾ എന്ന് പറയുന്നത്. അതായത് ഇപ്പോഴും 2007-ലും. അപ്പോൾ എത്ര വർഷമാണ്? 17 വർഷങ്ങൾക്ക് ശേഷമാണ്. 2007-ന് ശേഷം 17 വർഷങ്ങൾക്ക് ശേഷമാണ് ഇന്ത്യ ഇപ്പോൾ T20 ലോകകപ്പ് കിരീടം നേടുന്നത്. അടുത്തത് 2020 ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടം നേടുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. അപ്പോൾ എന്താണ് പ്രത്യേകത? എന്താണ്? 2020 ലോകകപ്പിൽ ഒരു മത്സരം പോലും തോൽക്കാതെ കിരീടം നേടുന്ന ആദ്യ ടീമാണ് ഇന്ത്യ. ഇനി ഫൈനലിൻ്റെ വേദി. ഫൈനൽ എവിടെ വെച്ചിട്ടായിരുന്നു? ബാർബഡോസ് ബ്രിഡ്ജ് ടൗൺ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു. ഓക്കെ, എവിടെയാണ്? കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം എവിടെയാണ്? ബാർബഡോസ് ബ്രിഡ്ജ് ടൗണിലായിരുന്നു. ഓക്കെ, അപ്പോൾ ഫൈനൽസിൻ്റെ വേദി എവിടെയാണ്? ബാർബഡോസ് ബ്രിഡ്ജ് ടൗൺ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം. കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം ഓർത്തിരിക്കുക. കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയത്തിൽ വെച്ചിട്ടായിരുന്നു ഫൈനൽസ് നടന്നിരുന്നത്. ഇനി 2024 T20 വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ ആരൊക്കെയാണ്? ബ്രാൻഡ് അംബാസിഡർമാർ യുവരാജ് സിംഗ്, ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, ഷാഹിദ് അഫ്രീദി. ആരൊക്കെയാണ്? യുവരാജ് സിംഗ്, ഉസൈൻ ബോൾട്ട്, ക്രിസ് ഗെയിൽ, ഷാഹിദ് അഫ്രീദി. ഇവരായിരുന്നു 2024 T20 വേൾഡ് കപ്പിൻ്റെ ബ്രാൻഡ് അംബാസിഡർമാർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഈ 2022 T20 ജേതാക്കൾ ആരായിരുന്നു? ഇംഗ്ലണ്ട് ആയിരുന്നു. 2022 ജേതാക്കൾ ഇംഗ്ലണ്ട്. ഇനി ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ ആരാണ്? രോഹിത് ശർമ്മയാണ്. നമുക്കറിയാം, രോഹിത് ശർമ്മയാണ് ഇന്ത്യൻ ടീം ക്യാപ്റ്റൻ എന്ന് പറയുന്നത്. ഓക്കെ, വേദി എവിടെയാണ്? ഫൈനൽസിൻ്റെ വേദിയാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്. എവിടെയായിരുന്നു? കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം ആയിരുന്നു. അല്ലാണ്ട് മത്സര വേദി ടൂർണമെൻറ്റ് എവിടെയായിരുന്നു നടന്നത്? വെസ്റ്റ് ഇൻഡീസ്, USA-ലെ വെസ്റ്റ് ഇൻഡീസിലായിരുന്നു നടന്നത്. ഓക്കെ, ഫൈനൽസ് ചോദിക്കുകയാണെങ്കിൽ ഫൈനൽസ് എടുത്ത് ചോദിക്കുകയാണെങ്കിൽ കെൻസിംഗ്ടൺ ഓവൽ സ്റ്റേഡിയം ആണ്. അല്ലാണ്ട് T20 വേൾഡ് കപ്പ് വേദി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് എഴുതും? വെസ്റ്റ് ഇൻഡീസ്, USA ആണ് മാർക്ക് ചെയ്യേണ്ടത്. ഇനി US-ൽ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ആദ്യമായിട്ടാണ്. US-ൽ നടക്കുന്നത് ആദ്യമാണ്. US ടീം ലോകകപ്പിൽ കളിക്കുന്നതും ആദ്യമായിട്ടാണ്. അപ്പോൾ ഇത് 2 ഇമ്പോർട്ടൻറ്റ് പോയിൻ്റാണ്. US-ൽ ക്രിക്കറ്റ് ലോകകപ്പ് നടക്കുന്നത് ആദ്യമാണ്. US ടീം ലോകകപ്പിൽ കളിക്കുന്നത് ആദ്യമാണ്. സ്റ്റേറ്റ്മെൻ്റ് ആയിട്ടൊക്കെ ചോദിക്കാൻ പറ്റിയ ക്വസ്റ്റ്യനാണിത്. ഓക്കെ, നെക്സ്റ്റ്, മാൻ ഓഫ് ദ മാച്ച് ആരാണ്? വിരാട് കോഹ്ലി ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ഇനി മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ജസ്പ്രീത് ബുംറ ആയിരുന്നു. മാൻ ഓഫ് ദ മാച്ച് വിരാട് കോഹ്ലി, മാൻ ഓഫ് ദ ടൂർണമെൻറ്റ് ജസ്പ്രീത് ബുംറ. ഇനി സ്മാർട്ട് ക്യാച്ച് ഓഫ് ദ മാച്ച് അവാർഡ് ആർക്കാണ്? സൂര്യകുമാർ യാദവിനാണ്. സ്മാർട്ട് ക്യാച്ച് ഓഫ് ദ മാച്ച് അവാർഡ് സൂര്യകുമാർ യാദവ്. ടൂർണമെൻറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയത് അർഷ്ദീപ് സിംഗിനാണ്. ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗിനാണ് ടൂർണമെൻറ്റിൽ കൂടുതൽ വിക്കറ്റ് നേടിയത്. കൂടെ ആരുമുണ്ട്? അഫ്ഗാനിസ്ഥാൻ്റെ ഫസൽ ഹഖ് ഫറൂഖി ഉണ്ട്. അഫ്ഗാനിസ്ഥാൻ്റെ ഫസൽ ഹഖ് ഫറൂഖിക്ക് ടൂർണമെൻറ്റിൽ കൂടുതൽ വിക്കറ്റ് ലഭിച്ചു. 2 പേരാണ്. ഇന്ത്യയുടെ അർഷ്ദീപ് സിംഗിനും അഫ്ഗാനിസ്ഥാൻ്റെ ഫസൽ ഹഖ് ഫറൂഖിക്കും.
ഇനി ടൂർണമെൻറ്റിൽ 2 തവണ ഹാട്രിക് നേടിയ താരമാരാണ്? പാറ്റ് കമിൻസ് ആണ്. ഓസ്ട്രേലിയയുടെ പാറ്റ് കമിൻസ് ആണ് ടൂർണമെൻറ്റിൽ 2 തവണ ഹാട്രിക് നേടിയ താരം. ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന മലയാളി സഞ്ജു സാംസൺ ആണ്. ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന മലയാളി, നമുക്കെല്ലാം സുപരിചിതനായ സഞ്ജു സാംസൺ ആണ് ഇന്ത്യൻ ടീമിലുണ്ടായിരുന്ന മലയാളി എന്ന് പറയുന്നത്. കൂടാതെ 1983 സുനിൽ വത്സനും 2007 ശ്രീശാന്തിനും ശേഷം ഇന്ത്യ ലോകകപ്പിൽ ഉൾപ്പെട്ട മലയാളിയാണ് ആരെന്ന് പറയുന്നത്? സഞ്ജു എന്ന് പറയുന്നത്. ഓക്കെ, ഇന്ത്യ കളിച്ച ലോകകപ്പ് ടീമിൽ ഉൾപ്പെട്ട മലയാളികൾ ആരൊക്കെയാണ്? ഇപ്പം സഞ്ജു സാംസൺ ഉണ്ടായിരുന്നു, അതാണ് ഈ താഴേക്ക് പറഞ്ഞിരിക്കുന്നത്. അതാണ് 83 നമ്മൾ പറഞ്ഞു ഏകദിന ലോകകപ്പായിരുന്നു 83-ലും 2011-ലും 2007-ലും 2024 T20 ആയിരുന്നു. അപ്പോൾ 83 സുനിൽ വത്സൻ, 2011 ഏകദിന ലോകകപ്പിൽ എസ് ശ്രീശാന്ത്. ഇനി 2007 എസ് ശ്രീശാന്ത് ആയിരുന്നു. 2024 മലയാളി ആരാണ്? സഞ്ജു സാംസൺ. ഇവ 4 മലയാളികളുടെ കാര്യമാണ്. ഈ 4 മലയാളികളാണ്. ഓക്കെ, നെക്സ്റ്റ് അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ ആരൊക്കെയാണ്? രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ. രവീന്ദ്ര ജഡേജ, വിരാട് കോഹ്ലി, രോഹിത് ശർമ്മ ഇവർ 3 പേരാണ് അന്താരാഷ്ട്ര T20യിൽ നിന്ന് വിരമിച്ച ഇന്ത്യൻ താരങ്ങൾ എന്ന് പറയുന്നത്. ഇനി 2026 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത് എവിടെയാണ്? ഇന്ത്യ ആൻഡ് ശ്രീലങ്കയാണ് 2026 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത്. ഇനി 2028 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത് ഓസ്ട്രേലിയയും ന്യൂസിലൻഡുമാണ് 2028 2020 വേൾഡ് കപ്പിന് വേദിയാകുന്നത്. നെക്സ്റ്റ് 2030 ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. അപ്പോൾ 2026 ഇന്ത്യ ശ്രീലങ്ക, 28 ഓസ്ട്രേലിയ, ന്യൂസിലൻഡ്, 2030 ഇംഗ്ലണ്ട്, അയർലൻഡ്, സ്കോട്ട്ലൻഡ്. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് എന്താണ്? 2024 2020 വേൾഡ് കപ്പിനെ കുറിച്ചാണ്. ഓക്കെ, കുറേ ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഓക്കെ, നിങ്ങൾ നൽകുന്ന സജഷൻസാണ് എനിക്ക് പ്രചോദനം. അതനുസരിച്ച് നെക്സ്റ്റ് ഓരോ വീഡിയോസും ഞാൻ ഇമ്പ്രൂവ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക, അഭിപ്രായം അറിയിക്കുക. താങ്ക്